semiconductor crystal. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ചധികം പ്രോപ്പർട്ടീസുകളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ബാൻഡ് ക്യാപ്പ്. നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ് എന്താണ് ബാൻഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. നമ്മളൊന്നുകൂടി ഡിഫൈൻ ചെയ്യുകയാണ്. ബാൻഡ് ക്യാപ്പ് ഈസ് ദ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. ഒരു കണ്ടക്ഷൻ ബാൻഡിൻ്റെയും ഒരു വാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജീൻ്റെ ഡിഫറൻസ്, ആ ഡിഫറൻസിന് പറയുന്ന പേരാണ് ബാൻഡ് ക്യാപ്പ് എന്ന് പറയുക. ഇതിൽ മുകളിൽ കാണിക്കുന്ന ഒന്നിനാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുക, ലോവസ്റ്റ് കാണിക്കുന്നത് വാലൻസ് ബാൻഡ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഫിസിക്കലി നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ the energy difference between the lowest points in the conduction band to the highest point in valence band. Lowest point of the conduction band to the highest point. അതായത് എക്സാക്ട്ലി കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് വരുന്ന ഒന്നാണ്. അപ്പോൾ എക്സാക്ട്ലി നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ലോവസ്റ്റ് പോയിന്റ് ഓൺ ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദ ലോവസ്റ്റ് ഹയസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിന്റ് ഇൻ ദ വാലൻസ് ബാൻഡ്, ഇവ തമ്മിലുള്ള എനർജി ഡിഫറൻസിന് പറയുന്ന പേരാണ് ബാൻഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ ലോവസ്റ്റ് വരുന്ന ബാൻഡ് ക്യാപ്പ് പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ് എഡ്ജ് എന്നാണ് പറയുക. ഈ വാലൻസ് ബാൻഡിൽ വരുന്ന മാക്സിമം ഹയസ്റ്റ് പോയിന്റിന് പറയുന്ന പേരാണ് വാലൻസ് ബാൻഡ് എഡ്ജ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ബാൻഡ് ക്യാപ്പ് എന്ന് പറയുന്നത് എനർജി ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദ ലോവസ്റ്റ് പോയിന്റ്സ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ടു ദ ഹയസ്റ്റ് പോയിന്റ് ഇൻ വാലൻസ് ബാൻഡ്. ഓക്കെ, ഇനി നോർമലി ഇലക്ട്രോൺ എന്ന് പറയുന്നത് സിറ്റുവേറ്റ് ചെയ്യുന്നത് വാലൻസ് ബാൻഡിലായിരിക്കും. ഓക്കെ, നമ്മൾ പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോൺ, ഫോർ എക്സാമ്പിൾ ദിസ് വൺ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ T = 0 Kelvin ആവുന്ന സമയത്ത് ഓൾ ഇലക്ട്രോൺസ് ആർ ഓക്യുപ്പൈഡ് ഇൻ ദ വാലൻസ് ബാൻഡ് and the conduction band is empty. When applying a temperature, the electron can be excited from the valence band to the conduction band. Okay, അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ആർ തെർമലി എക്സൈറ്റഡ്. തെർമലി എന്ന് പറയാൻ കാരണം നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നത് കൊണ്ടാണ്. തെർമലി എക്സൈറ്റഡ് ഫ്രം ദ വാലൻസ് ബാൻഡ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഇലക്ട്രോണ്, ഇവിടെ ഈ പൊസിഷനിലുള്ള ഒരു ഇലക്ട്രോണ് ഇവിടേക്ക് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ പുതിയൊരു ഇലക്ട്രോൺ എന്ത് ചെയ്തു, വന്നു. ഇവിടെ ഈ ഇലക്ട്രോണിന്റെ സ്ഥാനത്ത് ഒരു വാക്കന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് അവിടെ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ്. ഇസ് കോൾഡ് വാക്കന്റ് ഓർബിറ്റൽ എന്നാണ് പറയുക. അതിന് നെയിംലി നമ്മൾ പറയുന്നത് ഹോൾസ് എന്നാണ്. അപ്പോൾ ഒരു ഹോൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെയുള്ള ഇലക്ട്രോണും തെർമലി എക്സൈറ്റഡ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദ വാക്കന്റ് ഓർബിറ്റൽ ഈസ് കോൾഡ് ഹോൾ can be created in the valence band. ഓക്കെ, ഈ ഒരു ഇലക്ട്രോൺ, അതായത് തെർമലി എക്സൈറ്റഡ് ചെയ്ത ഈ ഇലക്ട്രോൺ, അതുപോലെ ഈ വാക്കന്റ് ആയിട്ടുള്ള ഈ ഓർബിറ്റലും ഇവ തമ്മിലുള്ള കോൺട്രിബ്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് എന്ത്, ഒന്ന് എക്സൈറ്റഡ് ലെവലിലുള്ള അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺ ഇൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ഹോൾസ് ഇൻ വാലൻസ് ബാൻഡ്. ഓക്കെ, വാലൻസ് ബാൻഡിലുള്ള ഹോൾസും കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോണും. കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ തെർമലി എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആണ്. വാലൻസ് ബാൻഡിലെ ഹോൾസ് എന്ന് പറഞ്ഞാൽ വാക്കന്റ് ആയിട്ട് വരുന്ന ഓർബിറ്റലാണ്. ഓക്കെ, എന്തിനാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ ടെമ്പറേച്ചറിൽ നിന്ന് ഒരു എനർജി സ്വീകരിച്ച് ബാൻഡ് ക്യാപ്പും ഓവർകം ചെയ്തിട്ട് വേണം എവിടേക്ക് വരാൻ, കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരാൻ. അതായത് ഇവിടെ ഈ ഒരു പൊസിഷനിലുള്ള എനർജിനെ ഈ ഒരു പർട്ടിക്കുലർ എനർജി ലെവലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. എനർജി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാണ്.
അതുകൊണ്ട് തന്നെയാണ് അവിടെ കണ്ടക്ടിവിറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺ ആവാനുള്ള കാരണം. ഓക്കെ, ഇനി ഈ ഒരു ബാൻഡ് ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് സോളിഡിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻസുലേറ്റർ. ഓക്കെ, ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഓക്കെ, ദിസ് ഈസ് കണ്ടക്ഷൻ വാലൻസ് ബാൻഡ് ആൻഡ് ദിസ് ഈസ് കണ്ടക്ഷൻ ബാൻഡ്. നോർമലി ഇലക്ട്രോൺ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു ഒന്നാണ് എന്ത് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഫോർ എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ 0, ഒരു 0 കെൽവിനിൽ ഇലക്ട്രോണിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഇൻസുലേറ്ററിന്റെ കേസിൽ ബാൻഡ് ക്യാപ്പ് എനർജി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 6 ഇലക്ട്രോൺ വോൾട്ട്. ഇത് നമ്മൾ ഡയമണ്ടിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഡയമണ്ട് ഈസ് എ ഇൻസുലേറ്റർ. ഓക്കെ, 6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഇത്രയും എനർജി എന്ന് പറയുന്നത് 6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഇലക്ട്രോണിനെ തെർമലി എക്സൈറ്റഡ് ചെയ്യണമെങ്കിൽ ഈ 6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ എനർജി എന്ത് ചെയ്യണം, ഈ ഇലക്ട്രോൺ സ്വീകരിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, വാലൻസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ 6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ഈസ് വെരി ഹൈ ക്വാണ്ടിറ്റി കമ്പയർഡ് ടു ദിസ് ടെമ്പറേച്ചർ. നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ പോലും നോർമലി എ സ്മോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ ക്യാൻ ബി റീച്ച്ഡ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, അതായത് 6 ഇലക്ട്രോൺ വോൾട്ടും ഓവർകം ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഏത് ടെമ്പറേച്ചറിൽ, ഫോർ എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. കാരണം നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ മാത്രമാണ് ഇവിടെ എത്തുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടക്ടിവിറ്റി നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി പ്യുവർ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. കാരണം ഇൻസുലേറ്ററിന്റെ കേസിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നിയർലി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്നതാണ്. ഇവിടെ നിയർലി 0 അല്ലെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയാം. സോ ദിസ് ഈസ് എ ഇൻസുലേറ്റർ. നമ്മൾ എക്സാമ്പിൾ ആയിട്ടാണ് ഡയമണ്ട് പറയുന്നത്. ഇനി നമ്മൾ സെമി കണ്ടക്ടർ നമ്മൾ പറയുകയാണെങ്കിൽ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ബാൻഡ് ക്യാപ്പ് എനർജി എന്ന് പറയുന്നത് ഒന്നും കൂടി എന്ത് ചെയ്തു, കുറയുടെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും അവിടുത്തെ ബാൻഡ് ക്യാപ്പ് എനർജി എന്നുള്ളത്. നമ്മൾ സാധാരണ ജെർമേനിയം സിലിക്കോൺ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കണ്ടക്ഷൻ സെമി കണ്ടക്ടർ നമ്മൾ എടുക്കുന്നത്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.3 ആയിരിക്കും, ഇതിന്റെ വാല്യൂ 0.7 ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള രീതിയിലായിരിക്കും ബാൻഡ് ക്യാപ്പ് എനർജി നമ്മളിവിടെ കിട്ടുന്നത്. ഇത് എക്സ്പെരിമെന്റിൽ നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമാണ്. അപ്പോൾ നോർമലി ഒരു സെമി കണ്ടക്ടർ ക്രിസ്റ്റലിന്റെ കേസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഫോർബിഡൻ ക്യാപ്പിന്റെ റീജിയന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇൻസുലേറ്ററിനെ അപേക്ഷിച്ച് കൂടുതൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഓക്കെ, ഇത് ഒരു ടെമ്പറേച്ചർ 0 എന്ന് പറയുന്ന കേസിലാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുന്ന സമയത്ത് ടെമ്പറേച്ചർ വിൽ ബി ഇൻക്രീസസ്, കുറേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്യാൻ ബി റീച്ച്ഡ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ഫ്രം വാലൻസ് ബാൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഹോൾസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ട് 2 ഹോൾസ് ക്രിയേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ 2 വാലൻസ് ബാൻഡിൽ ഹോൾസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടക്ഷൻ ബാൻഡിൽ തെർമലി എക്സൈറ്റ് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ ഉണ്ടാവുന്ന അത് സ്വീകരിച്ച് ഇലക്ട്രോണിൽ തെർമലി എക്സൈറ്റഡ് ചെയ്ത് എവിടേക്ക് പോകുന്നുണ്ട്, കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കമ്പയർഡ് ടു ദ ഇൻസുലേറ്റർ കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. കണ്ടക്ടിവിറ്റി വിൽ ബി ഐ കമ്പയർഡ് ടു ദ ഇൻസുലേറ്റർ. കാരണം മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺ ക്യാൻ ബി എക്സൈറ്റഡ് ഫ്രം വാലൻസ് ബാൻഡ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ക്രിയേറ്റ് എ ഹോൾ ഇൻ വാലൻസ് ബാൻഡ്. സോ കണ്ടക്ടിവിറ്റി വിൽ ബി ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സെമി കണ്ടക്ടറിന്റെ കേസിലുള്ള ഒന്നെന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയാനുള്ളത്, അറ്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു 0 കെൽവിൻ എന്ന കേസിൽ സെമി കണ്ടക്ടർ ബിഹേവ് ആൻ എ ഇൻസുലേറ്റർ. സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ബിഹേവ് ആൻ ഇൻസുലേറ്റർ അറ്റ് 0 കെൽവിൻ. ഓക്കെ, കാരണം there is no
ഇതിൻ്റെ ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ 2 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒരു ആവറേജ് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഒരു 0 കെൽവിനിലെ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ആര് പോലെ ഇൻസുലേറ്റർ പോലെ എന്ത് ചെയ്യും, ബിഹേവ് ചെയ്യുന്ന ഒന്നാണ്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് മെറ്റൽസിനെ കുറിച്ചാണ്. ദാറ്റ് മീൻസ് കണ്ടക്ടർ. കണ്ടക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാൻഡ് ക്യാപ്പ് എനർജി എന്ന് പറയുന്നത് ഈ സീറോ ആയിരിക്കും. അതായത് ഓവർലാപ്പ് ചെയ്തു വരുന്ന ഒന്നാണ് ബാൻഡ് ക്യാപ്പ് എനർജി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇത് കണ്ടക്ഷൻ ബാൻഡിന്റെ ഇത് വാലൻസ് ബാൻഡിന്റെ എഡ്ജാണ്. അപ്പോൾ രണ്ടും ഓവർലാപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് എവിടേക്ക് പോകാം, കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാം, ഈവൻ ടെമ്പറേച്ചർ 0 ആവുന്ന കേസിൽ പോലും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ 0 ആവുന്ന കേസിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എവിടേക്ക് പോകുന്നുണ്ട്, കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നുണ്ട്. സോ കണ്ടക്ടിവിറ്റി വിൽ ബി മോർ ഇൻക്രീസസ് ആസ് കമ്പയർഡ് ടു സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ കണ്ടക്ടിവിറ്റിൻ്റെ ഇത് ഓർഡർ വരുന്നത് ഏറ്റവും കുറവ് ഇൻസുലേറ്ററിനായിരിക്കും, പിന്നെ സെമി കണ്ടക്ടറിനായിരിക്കും, പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടക്ടറിനായിരിക്കും. അതുകൊണ്ടാണ് അതിന് കാരണം എന്ന് പറയുന്നത് ബാൻഡ് ക്യാപ്പാണ്. ഓക്കെ, നമുക്കിനി സെമി കണ്ടക്ടറിന്റെ കേസിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഈ ബാൻഡ് ക്യാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യം. ഓക്കെ, എങ്ങനെയാണ് ബാൻഡ് ക്യാപ്പ് നമ്മൾ കണ്ടെത്തുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എസ്റ്റിമേഷൻ ഓഫ് എനർജി ഗ്യാപ്പ്, അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ വെച്ചിട്ടുള്ള ഒരു കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ബാൻഡ് ക്യാപ്പിന്റെ വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ബൈ ഒപ്റ്റിക്കൽ പ്രോസസ്. എസ്റ്റിമേഷൻ ഓഫ് ബാൻഡ് ക്യാപ്പ് ബൈ ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ. ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ 2 രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് പ്രോസസ്സ് നടക്കും, രണ്ടാമത്തത് ഇൻഡയറക്റ്റ് പ്രോസസ്സ്. ഓക്കെ, ഡയറക്റ്റ് പ്രോസസ്സും ഇൻഡയറക്റ്റ് പ്രോസസ്സും. ഡയറക്റ്റ് പ്രോസസ്സിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് പ്രോസസ്. അതായത് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണിന്റെ വേവ് വെക്ടർ തന്നെയായിരിക്കും എവിടെ ഉണ്ടാവുക, അതേ പൊസിഷൻ തന്നെയായിരിക്കും കണ്ടക്ഷൻ ബാൻഡിൽ ഉണ്ടാവുക. അതായത് നമ്മൾ തെർമലി എക്സൈറ്റഡ് ചെയ്തു പോകുന്ന വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണിന്റെ അതേ കെ വാല്യൂ തന്നെയായിരിക്കും എവിടെ ഉണ്ടാവുക, കണ്ടക്ഷൻ ബാൻഡിലും. അതായത് കെന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി നോട്ട് ചേഞ്ച് ആവുന്നില്ല, സെയിം. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഒപ്റ്റിക്കൽ ലൈറ്റ് നമ്മൾ കൊടുക്കുകയാണ്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ ഒമേഗ ജി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒമേഗ ജി എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി അബ്സോർബ് ചെയ്ത് ഇവിടെയുള്ള ഇലക്ട്രോൺ എവിടേക്ക് മൂവ് ചെയ്യും, ഈ ഒരു കേസിലേക്ക്, അതായത് ഈ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. സോ എനർജി സീക്വൽ ടു അപ്പോൾ അതിൻ്റെ കേസിലുള്ള ബാൻഡ് ക്യാപ്പ് എനർജി എന്ന് പറയുന്നത് ഇ ജി സീക്വൽ ടു എച്ച് കട്ട് ഒമേഗ ജി എന്നതായിരിക്കും. കാരണം ഇത്രയും പൊസിഷൻ, ഇവിടുന്ന് ഇലക്ട്രോൺ ഈ പൊസിഷനിലേക്ക്, ഈ എഡ്ജിലാണ് കേട്ടോ, ഈ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള എനർജിയാണ് ഈ കാണിക്കുന്നത്. ഇതേ എനർജി തന്നെയായിരിക്കും എന്തിനുണ്ടാവുക, ബാൻഡ് ക്യാപ്പിനുണ്ടാവുക. ഓക്കെ, ഒരു ഡയറക്റ്റ്, അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു ഹോളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഒരു ഡയറക്റ്റ് ഒപ്റ്റിക്കൽ ട്രാൻസിഷനിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈൻ നമുക്ക് ഇവിടെ വരച്ചാൽ നമുക്ക് അതിൻ്റെ ട്രാൻസിഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ ട്രാൻസിഷനിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ചേഞ്ച്. അതായത് ലോവസ്റ്റ് പോയിന്റിലുള്ള കണ്ടക്ഷൻ ബാൻഡിന്റെ കെയുടെ വാല്യൂ തന്നെയായിരിക്കും എവിടെ ഉണ്ടാവുക, ഹയസ്റ്റ് പോയിന്റിലുള്ള വാലൻസ് ബാൻഡിലുള്ള കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സെയിം. അപ്പോൾ എനർജി എന്ന് പറയുന്നത് ഇ ജി സീക്വൽ ടു എച്ച് കട്ട് ഒമേഗ ജി എന്നതാണ്. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് പ്രോസസ്സിൽ നടക്കുന്നത് എന്താ വെച്ചാൽ ഇൻഡയറക്റ്റ് പ്രോസസ്സ് നടക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഫോട്ടോണും
അതുപോലെ ഒരു ഫോണോണും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻഡയറക്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫോട്ടോണും അതുപോലെ ഫോണോണും. എങ്ങനെയാണ് അതിൻ്റെ സംഭവം എന്ന് ചോദിച്ചാൽ, കണ്ടക്ഷൻ ബാൻഡിൻ്റെ എഡ്ജ്, സപ്പോസ് ഇതാണ് നമ്മളെ കണ്ടക്ഷൻ ബാൻഡ്, ഇതാണ് നമ്മളെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൻ്റെ എഡ്ജ്, അതായത് ഈ ഒരു എഡ്ജ്, അതുപോലെ വാലൻസ് ബാൻഡിൻ്റെ എഡ്ജ് എന്ന് പറയുന്നതും ഇറ്റ് വിൽ ബി സെപ്പറേറ്റ്ലി മോർ ഡിസ്റ്റൻസ്. ഓക്കെ, സോറി. The band edge of the conduction band and the valence band are widely separated. Widely separated എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ദിസ് ഈസ് എ കണ്ടക്ഷൻ ബാൻഡ്, അതിൻ്റെ എഡ്ജ് ഇതാണ് വാലൻസ് ബാൻഡ്, ഇതിൻ്റെ എഡ്ജ് ഇതാണ്. അപ്പോൾ തമ്മിലൊരു ഡിസ്റ്റൻസ്, ഒരു സെപ്പറേഷൻ ഉണ്ട് ഇൻ കെ സ്പേസ്. നമ്മളൊരു കെ സ്പേസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു കെയുടെ വാല്യൂ എന്ന് പറയുന്നതും ഈ ഒരു കെയുടെ വാല്യൂ എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഓക്കെ, സപ്പോസ് ഈ വാല്യൂ നമ്മൾ 0 ആക്കുമ്പോൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കെ സി ആയിരിക്കും. കെ സി എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഉദാഹരണം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇലക്ട്രോണിനെ നമ്മൾ കൊടുക്കുന്ന ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ വെച്ച് എനർജി അബ്സോർബ് ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ അതിനുള്ള എനർജി എന്ന് പറയുന്നത്, അതിനെടുക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ജി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് ജി വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒമേഗ. അപ്പോൾ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് എപ്സിലോൺ ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ എന്ന് നമുക്ക് എഴുതാം. ഇനി ആ ഇലക്ട്രോൺ എവിടേക്ക് എത്തണം? ഇവിടേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കേസിലുള്ള എനർജി എന്ന് പറയുന്നത് എനർജി ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ എന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊത്തം എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ബാൻഡ് ക്യാപ്പ് എനർജി എന്ന് പറയുന്നത് ഇ ജി ഈക്വൽ ടു ഫസ്റ്റ് ഇലക്ട്രോണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ, കണ്ടക്ഷൻ ബാൻഡിലുള്ള 0 എന്ന് പറയുന്ന സ്പേസിലെത്താനുള്ള എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ എന്നതാണ്. പ്ലസ് പിന്നെ ഈ ഒരു ഇലക്ട്രോൺ ഈ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലാണ്, കെയുടെ നെഗറ്റീവ് ഡയറക്ഷനിലായി എന്താ പറയുക റിവേഴ്സ് ഡയറക്ഷനിലാണ് പോകുന്നത്. സോ ഇറ്റ് വിൽ ബി പുട്ട് എ നെഗറ്റീവ് വാല്യൂ ഇൻറ്റു എച്ച് കട്ട് ഒമേഗ എന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ദ എനർജി ഗ്യാപ്പ് ഇൻ എ ഇൻഡയറക്റ്റ് പ്രോസസ്. ഓക്കെ, ഇവിടെ ഒമേഗ എന്ന് പറയുന്നത്, ഈ ഒമേഗ എന്ന് പറയുന്നത് frequency of the emitted phonons at the wave vector k is equal to minus kc. kc എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിലുള്ള എമിറ്റ് ചെയ്തു പോകുന്ന ഫോണോണിൻ്റെ ഫ്രീക്വൻസിയാണ് ഇത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത് നമ്മുടെ ബാൻഡ് ക്യാപ്പ് കണ്ടെത്താനുള്ള 2 പ്രോസസ്സ് എന്ന് പറയുന്നത് ബൈ ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷനാണ് നമുക്കിനി പറയാനുള്ളത്. ഈ ഒരു കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വെലോസിറ്റിയും അതുപോലെ എഫക്റ്റീവ് മാസും എന്നുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം വേവ് മെക്കാനിക്കൽ തിയറി പ്രകാരം ദ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ വിൽ ബി ഈക്വൽ ടു ദ ഗ്രൂപ്പ് വെലോസിറ്റി. ഗ്രൂപ്പ് വെലോസിറ്റിക്ക് ഈക്വലൻ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, എല്ലാ പാർട്ടിക്കിൾസും മൂവ് ചെയ്യുക അക്കോർഡിംഗ് ടു വേവ് മെക്കാനിക്കൽ തിയറി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ഡിവൈഡഡ് ബൈ ഡി കെ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ മീൻ ബൈ എനർജി? എനർജി ഈക്വൽ ടു എപ്സിലോൺ ഈക്വൽ ടു, നമ്മൾ എപ്സിലോൺ വെച്ചിട്ടാണ് നമ്മൾ എനർജി ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. സോ അതിന് നമ്മൾ ക്യാപിറ്റൽ ഇ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എനർജീനെ ഞാൻ സ്മോൾ എപ്സിലോൺ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. എപ്സിലോൺ ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ. ഓക്കെ, ഫ്രം ദിസ് ഒമേഗ ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എച്ച് കട്ട്. ഓക്കെ, ദെൻ വി ഈക്വൽ ടു ഡി ഒമേഗ ഡിവൈഡ് ബൈ ഡി കെ. 1 എച്ച് കട്ട് കോമൺ ആണ്, ഡി എപ്സിലോൺ ഡിവൈഡഡ് ബൈ ഡി കെ. This is the relation for the velocity of the particles. V is equal to 1 divided by h cut d epsilon divided by dk.
Okay. For a free electron, energy is equal to h cut square k square divided by 2m. h cut square k square divided by 2m. Okay. So V from V is equal to, this is energy, not electric field. Okay, epsilon. So d epsilon divided by dk is equal to h cut square k divided by m. So V is equal to 1 divided by h cut d omega divided by dk is equal to h cut square k divided by m. Then V is equal to h cut k divided by m. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് 2-3 കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കെ. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കെ ഫോർ എ ഫ്രീ ഇലക്ട്രോൺ. ഒരു ഫ്രീ ഇലക്ട്രോണിൻ്റെ കേസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് കെക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, എന്നാൽ ബാൻഡ് തിയറി പ്രകാരം ദ എനർജി എന്ന് പറയുന്നത് കെക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടല്ല വരുന്നത്. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എനർജിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, എനർജി വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വേരിയേഷൻ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ വെലോസിറ്റിയും കെയും തമ്മിലുള്ള ഒരു കർവ് നമ്മൾ വരക്കുകയാണെങ്കിൽ ദിസ് ഈസ് കെ. ഫസ്റ്റ് ബ്രില്യൻസ് സോണാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ പ്ലസ് പൈ ബൈ എ 0 മൈനസ് പൈ ബൈ എ. വൈ ആക്സിസിൽ നമ്മൾ വൈ കൺസിഡർ ചെയ്യുന്നു, വി. ഓക്കെ, അതിനാണെങ്കിൽ കർവ് എന്ന് പറഞ്ഞത് ഈ രീതിയിലായിരിക്കും. വെലോസിറ്റിയും കെയും തമ്മിലുള്ള കർവ് എന്ന് പറയുന്നത് വി കെ കർവ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, വി കെ കർവ്. ഓക്കെ, ഈ ഒരു വെലോസിറ്റിയിൽ അല്ലെങ്കിൽ ഈ കർവ് വെച്ചിട്ട് നമുക്ക് 2-3 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അറ്റ് കെ ഈക്വൽ ടു 0 വെലോസിറ്റി വിൽ ബി 0 എന്നത് നമുക്ക് പറയാൻ പറ്റും. കെയുടെ വാല്യൂ 0 ആവുന്ന സമയത്ത് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. മാത്രമല്ല കെ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പൈ ബൈ എ ആവുന്ന സമയത്ത് ഡി എപ്സിലോൺ ഡിവൈഡ് ബൈ ഡി കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി 0 ആയിരിക്കും. കെ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പൈ ബൈ എ ആവുന്ന സമയത്ത് ഡി എപ്സിലോൺ ഡിവൈഡ് ബൈ ഡി കെ എന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ഈ 2 പൊസിഷനിലും. അതെങ്ങനെയാണ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സ്ലോപ്പ് കാണുമ്പോൾ വി ബൈ കെ എന്ന് വരും. ഫ്രം ദാറ്റ് ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡി ഇ ഡിവൈഡ് ബൈ ഡി കെ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ബാൻഡ് തിയറി പ്രകാരം, ഫ്രീ ഇലക്ട്രോൺ തിയറിയാണ്, ബാൻഡ് തിയറി പ്രകാരം അതായത് നിയർലി ഫ്രീ ഇലക്ട്രോൺ തിയറി പ്രകാരം എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു കെക്ക് നോട്ട് പ്രൊപ്പോർഷണൽ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു കർവ് എന്ന് പറഞ്ഞത് നമുക്ക് ഈ രീതിയിൽ നമുക്ക് വരക്കാൻ പറ്റും. പ്ലസ് പൈ ബൈ എ മൈനസ് പൈ ബൈ എ. ദിസ് ഈസ് എനർജി, ദിസ് ഈസ് കെ. സോ കർവ് എന്ന് പറഞ്ഞത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രം ദിസ് ഗ്രാഫ് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് കർവ്. സ്ലോപ്പ് ഓഫ് ദിസ് കർവ് എന്ന് പറഞ്ഞാൽ ഡി എപ്സിലോൺ ഡിവൈഡ് ബൈ ഡി കെ എന്ന് പറയുന്നത് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. ഇറ്റ് വിൽ ബി ചേഞ്ച്. It is not constant. It will be change. എപ്പോഴും വേരിയേഷൻ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു കെ. അപ്പോൾ കെക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്,
ഇവിടെ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടി, എനർജി കിട്ടി. ഇനി നമുക്ക് കാണാനുള്ളത് എഫക്റ്റീവ് മാസ് ആണ്. എഫക്റ്റീവ് മാസ് കാണാൻ വേണ്ടി നമ്മൾ വർക്ക് ഡൺ കാണാണ്. സോ എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ, ഓക്കെ, അതിന് വേണ്ടി നമ്മൾ വർക്ക് ഡൺ കാണാണ്. വർക്ക് ഡൺ കാണാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ടൈം എന്ന് പറയുന്നത് ഡി ടി എന്ന് പറയുന്ന ടൈമേ. അപ്പോൾ ഡി ടി എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ ഒരു വർക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എപ്സിലോൺ ഈക്വൽ ടു എഫ് ഇൻറ്റു എക്സ് എന്ന് നമുക്ക് എഴുതാം. ഇലക്ട്രോൺ ആണ്, അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എനർജി എന്ന് പറയും ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി ടി. ഓക്കെ, ഡി ഇ. ഓക്കെ, ദെൻ ഡി ഇ ഈക്വൽ ടു മൈനസ് ഇ ക്യാപിറ്റൽ ഇ. വി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 divided by h cut dE divided by dk, sorry, d epsilon divided by dk into dt. Okay, this is equation number 1. Then d epsilon is equal to d epsilon divided by dk into dk. Okay, according to implicit function. So equation number 1 and 2 are equal. So it will be compare. Okay, നമുക്ക് എങ്ങനെ കിട്ടും കമ്പയർ ചെയ്യുമ്പോൾ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ ക്യാപിറ്റൽ ഇ ഡിവൈഡ് ബൈ എച്ച് കട്ട് ഡി എപ്സിലോൺ ഡിവൈഡ് ബൈ ഡി കെ ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഡി എപ്സിലോൺ ഡിവൈഡ് ബൈ ഡി കെ ഇൻറ്റു ഡി കെ. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? So d epsilon divided by dk, it will be cancelled. We get dk is equal to minus e capital E divided by h cut into dt. Okay. Then a force is equal to, according to Newton's second law, dp divided by dt, that is equal to dk divided by h cut dk divided by dt, that is equal to minus e capital E. From this equation, dk divided by dt is equal to minus e capital E divided by h cut. അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മൈനസ് ഇ ക്യാപിറ്റൽ ഇ എന്ന് നമുക്കിവിടെ കിട്ടും. ദാറ്റ് വിൽ ബി എ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്കിവിടെ കിട്ടി. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ ക്യാപിറ്റൽ ഇ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് ഇംപ്രസ്ഡ് ഫോഴ്സ്. ഇംപ്രസ്ഡ് ഫോഴ്സ്. ഓക്കെ, സോ നമുക്കിനി ആക്സിലറേഷൻ കാണണം. ആക്സിലറേഷൻ കാണാൻ വേണ്ടി ഹൗ ക്യാൻ യു റിട്ടൺ? എ ഈക്വൽ ടു ഡി വി ഡിവൈഡ് ബൈ ഡി ടി. നമുക്ക് വെലോസിറ്റി കാണണം. വെലോസിറ്റി കാണാൻ വേണ്ടി നമുക്കറിയാവുന്ന ഇക്വേഷൻ്റെ എഫ് ഇസ് ഈക്വൽ ടു എച്ച് കട്ട് ഡി കെ ഡിവൈഡ് ബൈ ഡി ടി എന്നുണ്ട്. ഫ്രം ദിസ് ഡി കെ ഡിവൈഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ എച്ച് കട്ട്. ഓക്കെ, ദെൻ ഡി വി ഡിവൈഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡി വി ഡിവൈഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു what is the value of v? d by dt of 1 divided by h cut d epsilon divided by dk. Okay, so ഡിഫറൻഷിയേഷൻ ചെയ്യുക. 1 by h cut പുറത്തേക്ക് എടുത്തു. this value d square epsilon divided by dt dk, that will be equal to 1 divided by h cut d square epsilon divided by dk square into dk divided by dt. Okay, then dk divided by dt, what is divided by h cut d square epsilon divided by
dk square into F divided by h cut. Okay, so acceleration is equal to this quantity. Then from this F is equal to F ഇവിടെ നിർത്തി ബാക്കി എല്ലാ ടൈമിനും നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരാണ്. ഇവിടെ എച്ച് സ്ക്വയർ ഉണ്ട്, അത് അങ്ങോട്ട് പോയി ന്യൂമറേറ്ററിൽ എച്ച് സ്ക്വയർ വന്നു. ഇത് ഡിനോമിനേറ്ററിലേക്ക് പോകും. ഡി സ്ക്വയർ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ഡി കെ സ്ക്വയർ ഇൻറ്റു എ. ഓക്കെ, സോ കമ്പയർ ടു ദിസ് ഇക്വേഷൻ വിത്ത് എം എ. കമ്പയർ ചെയ്യുമ്പോൾ എം ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ d square epsilon divided by dk square. This is called effective mass of electron. Okay, അപ്പോൾ effective mass of electron എന്ന് പറഞ്ഞാൽ it is not constant. ഒരു കോൺസ്റ്റന്റ് അല്ല, it will be varying. It depends on d square epsilon divided by dk square. effective mass of electron എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് അല്ല, ഡിനോമിനേറ്ററിലുള്ള ഒരു വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് effective mass എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഈ രീതിയിലായിരിക്കും. ഇവിടെ നോക്കാം, ഈ ഒരു പോർഷനിൽ ഈ ഡയറക്ഷൻ ഈ രീതിയിലായിരിക്കും നമുക്ക് കർവ് കിട്ടുക. ഈ ഒരു -π/a മുതൽ 20 വരെ ഇതിൻ്റെ സെൻറ്റർ വരെ, അതായത് -π ഡിവൈഡ് ബൈ 2a ആ റേഞ്ച് വരെ ഈ രീതിയിലും പിന്നെ ഇവിടേക്കും. ഓക്കെ, അപ്പോൾ ഇത് എഫക്റ്റീവ് മാസ് അപ്പോൾ ഇത് എനർജിയാണ്, ഇത് കെ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പോസിറ്റീവ് എപ്പോൾ ഇൻ ദ ലോവർ ഹാഫ് ഓഫ് ദ എനർജി ബാൻഡ്സ്. എനർജി ബാൻഡ്സിൻ്റെ ലോവർ ഹാഫിൽ എന്തായിരിക്കും എം സ്റ്റാർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ഇനി എം സ്റ്റാർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും എപ്പോൾ അപ്പർ ഹാഫിലെ എം സ്റ്റാർ എന്ന് പറയുന്നത് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ദ ഇലക്ട്രോൺ ബിഹേവ് ആസ് എ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ഇൻ ദ അപ്പർ ഹാഫ് ഓഫ് ദ ബാൻഡ് ഓൺലി. ഓക്കെ, അതായത് ഇലക്ട്രോൺ ബിഹേവ് ചെയ്യുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് എപ്പോഴാണ് ചോദിച്ചാൽ അപ്പർ ഹാഫിൽ മാത്രമായിരിക്കും എന്തുണ്ടാവുക, ഇപ്പോൾ ചാർജ് പാർട്ടിക്കിൾ. സോറി, ദിസ് ഈസ് എം സ്റ്റാർ. ഓക്കെ, ഇപ്പോൾ ലോവർ ഹാഫിലെ എം സ്റ്റാർ എന്ന് പറയുന്നത് പോസിറ്റീവും അപ്പർ ഹാഫിലെ എം സ്റ്റാർ എന്ന് പറയുന്നത് നെഗറ്റീവും ആയിരിക്കും. സോ ഇലക്ട്രോൺ ബിഹേവ് പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഇൻ ദ അപ്പർ ഹാഫ് ഓൺലി. അപ്പർ ഹാഫിൽ മാത്രമായിരിക്കും എന്തുണ്ടാവുക എം സ്റ്റാർ എന്ന് പറയുന്നത്, സോറി ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്യുക ആക്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് പറ്റും ഇതെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ നമ്മൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത് വെച്ചാൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫലമായിട്ട് ഒരു കറണ്ട് അവിടെ എന്ത് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യും. ഈ കറണ്ട് കാരിയേഴ്സ് എന്ന് പറഞ്ഞത് ഒരു എലിക്കൽ ഓർബിറ്റിലായിരിക്കും ഉണ്ടാവുക റിവോൾവ് ചെയ്യാം about the axis of the magnetic field. അതിൻ്റെ സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്നത് ഒമേഗ സി ഈക്വൽ ടു EB ഡിവൈഡഡ് ബൈ എം സ്റ്റാർ എന്നതായിരിക്കും. വേർ എം സ്റ്റാർ ഈസ് കോൾഡ് സൈക്ലോട്രോൺ എഫക്റ്റീവ് മാസ്. സൈക്ലോട്രോണിൻ്റെ എഫക്റ്റീവ് മാസ്സാണ് ഈ കാണിച്ചത്. അതായത് നമ്മളൊരു സെമി കണ്ടക്ടർ ക്രിസ്റ്റല് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് മൂലം ഒരു കറണ്ട് അവിടെ ക്യാരി ചെയ്യും. ആ ക്യാരി ചെയ്യുന്നത് ഒരു എലിക്കൽ ഓർബിറ്റിലായിരിക്കും റിവോൾവ് ചെയ്യുക. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ സി സൈക്ലോട്രോൺ ഫ്രീക്വൻസി ദാറ്റ് വിൽ ബി ഈക്വൽ ടു EB ഡിവൈഡ് ബൈ എം സ്റ്റാർ വെർ എം സ്റ്റാർ ഇസ് ഈക്വൽ ടു സൈക്ലോട്രോൺ എഫക്റ്റീവ് മാസ്. ഓക്കെ, ഇനി ഈ d square E dx divided by dk square is equal to 0. d square epsilon divided by dk square is equal to approximately is equal to 0 ആണെങ്കിൽ എം സ്റ്റാർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇറ്റ് വിൽ ബി ഇൻഫിനൈറ്റ്. എം സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് ആയിട്ട് എന്ത് ചെയ്യും ബിഹേവ് ചെയ്യും. ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്
for the electron to move due to a strong binding force between the electron and the lattice. അതായത് ഇൻഫിനിറ്റ് ആവുന്ന സമയത്ത് ഇലക്ട്രോൺ എന്ന് പറഞ്ഞത് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇലക്ട്രോൺ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞത് എന്തായിരിക്കും? വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നാണ്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണും അതുപോലെ ലാറ്റിസും തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെരി സ്ട്രോങ്. ആ സ്ട്രോങ് ഉള്ളത് കൊണ്ട് തന്നെ എന്തുണ്ടാവും? മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെ കുറയും. ഓക്കെ, ഇനി സപ്പോസ് ഡി സ്ക്വയർ എപ്സിലോൺ ഡിവൈഡ് ബൈ ഡി കെ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആണെങ്കിൽ എം സ്റ്റാർ എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് ഇവിടെ ഉണ്ടാവുന്ന എം സ്റ്റാർ നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു റിവേഴ്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക? ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യുക. ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോൺ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യും. എപ്പോൾ? ഇഫ് ഡി സ്ക്വയർ എപ്സിലോൺ ഡിവൈഡ് ബൈ ഡി കെ സ്ക്വയർ is equal to 0 ആവുന്ന കേസിൽ. ഓക്കെ, അതായത് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും, നെഗറ്റീവ് മാസ് ആയിരിക്കും. നെഗറ്റീവ് വെലോസിറ്റിയും നെഗറ്റീവ് മാസും ആയിരിക്കും എന്തുണ്ടാവുക? ആ സമയത്ത് എന്തുണ്ടാവുക? ഇലക്ട്രോണിന് ഉണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എഫക്റ്റീവ് മാസുമായി ബന്ധപ്പെട്ട് വരുന്ന പറയാനുള്ള കാര്യങ്ങൾ. സോ എഫക്റ്റീവ് മാസ് is equal to എം സ്റ്റാർ is equal to എങ്ങനെയാ? എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ഡി കെ. ദിസ് ഈസ് ദ എനർജി. ഓക്കെ, ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ദ എഫക്റ്റീവ് മാസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓൾസിനെ കുറിച്ചാണ്. സോ അതടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.